അല്ല കൂട്ടുകാരെ, നമുക്കപ്പോൾ അഗസ്ത്യപ്പൂ ഇഴുക്ക് വെച്ചാലോ? അഗസ്ത്യപ്പൂവൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വൃത്തിയാക്കി അതിനകത്തിരിക്കുന്നതൊക്കെ എടുത്തൊന്ന് കളഞ്ഞ്, അതെടുക്കാൻ പാടില്ല. അതെടുത്താൽ നമ്മൾ അഗസ്ത്യപ്പൂ നല്ല ചവർപ്പായിരിക്കും. അതുകൊണ്ടാണ് അത് നമ്മൾ എടുക്കാത്തത്. അതെടുത്ത് കളഞ്ഞിട്ട് അഗസ്ത്യപ്പൂ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ്. ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അഗസ്ത്യപ്പൂ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 സവാളയും ഒരു 4 വെള്ളക്കാന്താരി നമ്മൾ ഇവിടെ തന്നെ ഉള്ളതാണ്. അതിൽ ഒരുപാട് എരിയൊന്നുമില്ല. കൊച്ചു കുട്ടികൾക്കാണെങ്കിലും കഴിക്കുക. ഒരുപാട് എരിയൊന്നുമില്ല. അതും കൂടെ അരിഞ്ഞിട്ട് നമ്മൾ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത 4 കാന്താരി ചേർത്ത് കൊടുക്കാം. ഇത് ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി, കുറച്ച് എണ്ണ. നമുക്ക് കടുവൊന്നും പൊട്ടിക്കണില്ല. അല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അഗസ്ത്യപ്പൂ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളിതിൽ ആവിയിലാണിത് വേവിച്ചെടുക്കാനുള്ളത്. മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി വരും. അപ്പോഴത്തേക്ക് ആവി അതിൽ പറക്കും. ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് വേവിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. മൂടി വയ്ക്കാം. നോക്കാം. അപ്പോൾ നമ്മൾ അഗസ്ത്യപ്പൂ ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അഗസ്ത്യപ്പൂ റെഡി ആയിട്ടുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ് കൂട്ടുകാരെ, ബായ്.